വിഡ്ഢിയായ കഴുത. ഒരു ഉപ്പ് കച്ചവടക്കാരന് ഒരു കഴുതയുണ്ടായിരുന്നു. കഴുതയുടെ പുറത്ത് ഉപ്പ് കയറ്റിക്കൊണ്ടുപോയി ചന്തയിൽ വിറ്റാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ഒരു ദിവസം അദ്ദേഹം ഉപ്പുചാക്കുമായി പോവുകയായിരുന്നു. ചന്തയിലെത്തണമെങ്കിൽ പുഴയുടെ കുറുകെയുള്ള പാലം കടക്കണം. പാലം കടക്കുന്നതിനിടെ ഒരു ദിവസം കഴുത കാൽ വഴുതി വെള്ളത്തിൽ വീണു. കഴുതപ്പുറത്തുണ്ടായിരുന്ന ഉപ്പുചാക്ക് വെള്ളത്തിൽ വീണ് അത് ലയിച്ചുപോയി. അതോടെ കഴുതയുടെ പുറത്തെ ചുമടിന്റെ ഭാരം കുറഞ്ഞു. ഉപ്പുചാക്കിന്റെ ഭാരം കുറഞ്ഞപ്പോൾ കഴുതയ്ക്ക് സന്തോഷമായി. അപ്പോൾ കഴുതയ്ക്ക് ഇതൊരു നല്ല സൂത്രമായി തോന്നി. ഇനി എല്ലാ ദിവസവും ഈ സൂത്രം ചെയ്യാമെന്ന് കരുതി. തുടർന്നുള്ള 3 ദിവസവും ഇതേ സൂത്രം ആവർത്തിച്ചു. എന്നാൽ കഴുതയുടെ സൂത്രം ഉപ്പു വിൽപ്പനക്കാരന് മനസ്സിലായി. കച്ചവടക്കാരൻ കഴുതയെ ഒരു പാഠം പഠിപ്പിക്കുവാൻ തീരുമാനിച്ചു. പിറ്റേ ദിവസം കഴുതപ്പുറത്ത് ഒരു ചാക്ക് നിറയെ പരുത്തിയായിരുന്നു വെച്ചിരുന്നത്. വലിയ ഭാരമൊന്നും അതിനില്ലായിരുന്നു. എന്നാൽ വിഡ്ഢിയായ കഴുത പാലത്തിന് മുകളിലെത്തിയപ്പോൾ തന്റെ പഴയ സൂത്രം പ്രയോഗിച്ചു. പരുത്തിയിൽ വെള്ളം കയറിയാൽ അതിന് ഭാരം കൂടുമെന്ന് കഴുതയുണ്ടോ അറിയുന്നു. വെള്ളത്തിൽ വീണ പരുത്തിക്ക് മുൻപത്തേക്കാൾ ഭാരം കൂടി. അന്ന് കഴുത ഒരു പാഠം പഠിച്ചു. ആ ദിവസത്തിനു ശേഷം കഴുത തന്റെ സൂത്രം പ്രയോഗിച്ചില്ല. ഉപ്പു വിൽപ്പനക്കാരന് സന്തോഷമായി. അത്യാഗ്രഹിയായ സുഹൃത്ത്. സമ്പന്നനായ ഒരു കച്ചവടക്കാരന്റെ മകനായിരുന്നു സോഹൻ. പിതാവ് മരിക്കുന്നതിന് മുൻപ് വിലയേറിയ വസ്തുക്കളുള്ള ഒരു ഇരുമ്പ് പെട്ടി സോഹന് കൈമാറിയിരുന്നു. ഒരു ദിവസം സോഹന് ജോലിയുടെ ചില കാര്യങ്ങൾക്കായി നഗരത്തിലേക്ക് പോകേണ്ടി വന്നു. അതിനാൽ അദ്ദേഹം തന്റെ ഇരുമ്പ് പെട്ടി പണമിടപാട് നടത്തുന്ന സുഹൃത്തായ രാമുവിന് കൈമാറി. സോഹൻ രാമുവിനോട് പറഞ്ഞു, ദയവായി ഈ ഇരുമ്പ് പെട്ടി ഇവിടെ സൂക്ഷിക്കുക. ഇത് എനിക്ക് അച്ഛൻ നൽകിയതാണ്. കുറച്ചു ദിവസം കഴിഞ്ഞ് ഞാൻ പട്ടണത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഇത് തിരികെ വാങ്ങാം. നിങ്ങൾ വിഷമിക്കേണ്ട സോഹൻ, ഞാൻ ഇത് സുരക്ഷിതമായി വെച്ചുകൊള്ളാം, രാമു പറഞ്ഞു. സോഹൻ സന്തോഷത്തോടെ യാത്ര ആരംഭിച്ചു. അവൻ അറിയാമായിരുന്നു തന്റെ വിലയേറിയ ഇരുമ്പ് പെട്ടി സുഹൃത്ത് രാമുവിന്റെ കയ്യിൽ സുരക്ഷിതമാണ് എന്ന്. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം സോഹൻ തിരിച്ചു വന്നു. സുഹൃത്ത് രാമുവിന്റെ അടുത്ത് ചെന്ന് ഇരുമ്പ് പെട്ടി ചോദിച്ചു. രാമു അല്പം ആശ്ചര്യത്തോടെ സോഹനെ നോക്കി പറഞ്ഞു, ഓ, ഇരുമ്പു പെട്ടി. എലികൾ അത് ഭക്ഷിച്ചു. എനിക്കത് തടയാൻ കഴിഞ്ഞില്ല. തന്റെ സുഹൃത്ത് അത്യാഗ്രഹിയും തന്നെ വഞ്ചിക്കുകയാണ് എന്നും സോഹന് മനസ്സിലായി. ബുദ്ധിമാനായ സോഹൻ രാമുവിന്റെ കയ്യിൽ നിന്നും പെട്ടി ലഭിക്കുന്നതിനു വേണ്ടി ഒരു പദ്ധതി തയ്യാറാക്കാൻ തീരുമാനിച്ചു. അടുത്ത ദിവസം സോഹൻ രാമുവിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, സുഹൃത്തെ, നിങ്ങളുടെ മകനെ എന്നോടൊപ്പം അയക്കാമോ? എന്റെ സ്വത്ത് പരിപാലിക്കുവാൻ ആരെയെങ്കിലും വേണം. രാമു കുറച്ചുനേരം ചിന്തിച്ചു. സോഹൻ ഒരു വിഡ്ഢിയാണെന്ന് തോന്നുന്നു. എന്റെ മകൻ സ്വത്ത് പരിപാലിച്ചാൽ സോഹൻ വലിയ പ്രതിഫലം നൽകിയേക്കും. ഉടൻ തന്നെ രാമു സമ്മതിച്ചു. മകനെ സോഹന്റെ കൂടെ അയക്കുകയും ചെയ്തു. അടുത്ത ദിവസം രാവിലെ സോഹൻ രാമുവിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. സുഹൃത്തെ, ഭയങ്കരമായ ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നു. ഒരു കാക്ക നിങ്ങളുടെ മകനെ കുത്തിക്കൊണ്ടുപോയി. രാമു കോപാകുലനായി പറഞ്ഞു. ഒരു കാക്കയ്ക്ക് എന്റെ മകനെ എങ്ങനെ ചുമക്കാൻ കഴിയും? എലികൾക്ക് ഇരുമ്പുപെട്ടി തിന്നാൻ കഴിയുന്നത് പോലെ സോഹൻ മറുപടി നൽകി. സോഹൻ എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന് രാമുവിന് മനസ്സിലായി. ക്ഷമിക്കണം സുഹൃത്തെ, എന്റെ തെറ്റ് ഞാൻ മനസ്സിലാക്കുന്നു, രാമു ആശങ്കയോടെ പറഞ്ഞു.
സുഹൃത്തിനെ വഞ്ചിക്കാൻ ശ്രമിച്ചതിൽ ലജ്ജ തോന്നി. പെട്ടി സോഹന് തിരികെ നൽകി. ഇരുവരും സന്തുഷ്ടരായി നല്ല സുഹൃത്തുക്കളായി തുടർന്നു. വഞ്ചന ഒരു മോശം ശീലമാണ്. നാം ഒരിക്കലും ആരെയും വഞ്ചിക്കരുത്. The greedy friend. Sohan was son of a rich businessman. When his father died, Sohan was left with an iron box with valuables in it. One day, Sohan had to go to the city for some work. So, he took the iron box and handed it over to his moneylender friend, Ramu. Please keep this box. My father gave it to me. I will return from the city within a few days and collect it from you, said Sohan to Ramu. You do not have to worry. I will keep this box safely, said Ramu. Sohan started off his journey happily. He thought his valuable iron box was safe with his friend Ramu. After a few days, Sohan returned home. He went to his friend Ramu and asked for the iron box. Ramu pretended to look a little surprised. Oh, the iron box! The rats ate it up. I just could not stop them. Sohan realized that his friend had become greedy and dishonest. Ramu was trying to cheat him. Being an intelligent man, Sohan kept quiet. I must figure out a way to get my iron box back from Ramu, thought Sohan. After a few days, Sohan went to Ramu and said, "Oh dear friend, can you send your son with me? I need someone to look after my property." Ramu thought for a while. Somu seems to be a fool. Maybe he will reward my son for looking after his property. Then he immediately agreed and sent his son with Sohan. Next morning, Sohan came running to Ramu and said, "Oh dear friend, a terrible thing has happened. A crow has carried your son away." Ramu was furious and said, "How can a crow carry off my son? In the same way as the rats can eat up the iron box," answered Sohan. Ramu understood what Sohan was trying to do. "I am sorry, my friend. I realize my mistake," Ramu said with a bit of concern in his voice. He felt ashamed of having tried to cheat his friend. He gave the iron box back to Sohan. Both of them were happy and remained good friends forever. Moral: cheating is a bad habit. We should never cheat. കുറുക്കനും കൊക്കും. പണ്ട് പണ്ട് ഒരു കുറുക്കനും ഒരു കൊക്കും ഉണ്ടായിരുന്നു. അവർ നല്ല സുഹൃത്തുക്കളായിരുന്നു. ഒരു ദിവസം കുറുക്കൻ കൊക്കിനെ തന്റെ വീട്ടിലേക്ക് ഭക്ഷണത്തിനായി ക്ഷണിച്ചു. കുറുക്കൻ കൊക്കിനായി ഭക്ഷണം തയ്യാറാക്കി വെച്ചിരുന്നു. മേശയിൽ 2 വലിയ പരന്ന പാത്രത്തിൽ സൂപ്പായിരുന്നു ഭക്ഷണം. കുറുക്കൻ സൂപ്പ് വേഗം കുടിക്കാൻ തുടങ്ങി. പരന്ന പാത്രത്തിലായതിനാൽ കുറുക്കൻ മുഴുവൻ കഴിച്ചു. എന്നാൽ പാവം കൊക്ക് പരന്ന പാത്രത്തിലായതിനാൽ കഴിക്കാനായില്ല. അവന്റെ വലിയ കൊക്ക് ഉപയോഗിച്ച് പരന്ന പാത്രത്തിൽ നിന്നും ഒന്നും കുടിക്കാൻ കഴിഞ്ഞില്ല.
കുറുക്കൻ ചോദിച്ചു, നീ എന്താ ഒന്നും കഴിക്കാത്തത്? എന്റെ സൂപ്പ് നിനക്ക് ഇഷ്ടമായില്ലേ? കൊക്ക് പറഞ്ഞു, സൂപ്പ് നല്ലതാണ്, പക്ഷേ എനിക്ക് വിശപ്പില്ല. കൊക്ക് വിശന്നുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോയി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം കൊക്ക് കുറുക്കനെ തന്റെ വീട്ടിലേക്ക് ഭക്ഷണത്തിനായി ക്ഷണിച്ചു. കുറുക്കൻ കൊക്കിന്റെ വീട്ടിലെത്തിയപ്പോൾ ഭക്ഷണം തയ്യാറായിരുന്നു. ഇവിടെ മേശയുടെ മുകളിൽ 2 നീളമുള്ള പാത്രത്തിൽ സൂപ്പ് വെച്ചിരുന്നു. കൊക്ക് ആ പാത്രത്തിൽ നിന്നും സൂപ്പ് വേഗം കഴിച്ചു. കുറുക്കനോട് ചോദിച്ചു, എന്താ നീ കഴിക്കുന്നില്ലേ? നിനക്ക് ഇഷ്ടമായില്ലേ എന്റെ സൂപ്പ്? കുറുക്കൻ ദേഷ്യത്തോടെ പറഞ്ഞു, ഞാൻ എങ്ങനെ കഴിക്കും? എന്റെ വായ കൊണ്ട് ഈ നീളമുള്ള പാത്രത്തിൽ നിന്നും കഴിക്കാൻ കഴിയില്ല. കുറുക്കൻ ചിന്തിച്ചു അവൻ കൊക്കിനോട് ചെയ്തത് എന്താണെന്ന്. 2 പേരും മാപ്പ് പറഞ്ഞു നല്ല സുഹൃത്തുക്കളായി മാറി. ഗുണപാഠം: മറ്റുള്ളവർ നമ്മോട് ചെയ്യണം എന്നാഗ്രഹിക്കുന്നത് നാം അവരോടും ചെയ്യുക. The Fox and the Stork. Long time ago, a fox and a stork were very good friends. One day, the fox called the stork at home for lunch. When the stork arrived, the lunch was ready on the table. There were 2 plates of soup. The fox started drinking his soup fast. But the stork, he could not drink soup because his beak was too long and the plate was too shallow. The fox said, "Why are you not drinking? Don't you like my soup?" The stork said, "The soup is good, but I am not hungry." The stork was very angry and he left from there. After a few days, the stork invited the fox over for dinner. When the fox arrived, the dinner was ready and there were 2 tall jugs of soup on the table. "What's the matter, fox? Why aren't you drinking the soup? Don't you like my soup?" The fox was very angry. He said, "How can I drink the soup? I cannot even put my mouth into this tall jar." The stork looked at the fox. The fox realized what he had done to the stork a few days ago. Both of them said sorry to each other and became friends again. The moral of the story is, you must always treat others the way you want them to treat you.